ആലത്തൂർ FEAയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ ഇന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താമെന്ന ഒരു പഠന പരിപാടിയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ PP സുമോദ് MLA, തരൂർ MLA PP സുമോദാണ്. അവരെ ആദ്യമായി സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ കീടനാശിനി വീടുകളിലെത്തിച്ച് കൃഷിക്കാർക്ക് എങ്ങനെ അവരുടെ ലാഭകരമായ കൃഷിരീതിയെ സംബന്ധിച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന പ്രോഗ്രാം കൂടി FEA നടത്തുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ബാബു ആണ്. രജനി ബാബു അവർകളെയും അതിലെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പദ്ധതി വിശദീകരണം നടത്തുന്നത് ശ്രീ സ്വരൂപ് കുന്നംപള്ളി, ആലത്തൂർ FEAയുടെ ഡയറക്ടറും സംസ്ഥാന യുവ കർഷക അവാർഡ് ജേതാവ് കൂടിയായ സ്വരൂപ് കുന്നംപള്ളിയാണ്. സ്വരൂപ് കുന്നംപള്ളിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിഷയാവതരണം നടത്തുന്നത് ശ്രീ അരുൺ രവിയാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ റിജീഷ് ഉണ്ട് ഈ വിഷയാവതരണത്തിന് വേണ്ടി. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് FEAയുടെ ഇസാഫിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ റോയ് സാറുണ്ട്. റോയ് സാറേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്ന FEAയുടെ ഡയറക്ടർ PM കലാധരൻ, അതുപോലെ FEAയുടെ ഡയറക്ടർമാരിവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് FEAയുടെ പ്രസിഡന്റ് ശ്രീ AV ബാബുവേട്ടനാണ്. അവരെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന FEAയുടെ കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കർഷകരെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി FEAയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ AV ബാബുവേട്ടനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, രണ്ട് വ്യത്യസ്ത പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത്തരം പരിപാടികൾ നിലവിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ അറിവിലില്ല. കീടനാശിനി വീടുകളിൽ എത്തിക്കുക എന്നൊരു പരിപാടി, മറ്റു പലതും ഫുഡും മറ്റ് സംവിധാനങ്ങളെല്ലാം വീടുകളിൽ എത്തുന്നുണ്ട്. കീടനാശിനി വീടുകളിലെത്തുന്നത് ചിലപ്പോൾ ലോകത്താദ്യമായിട്ടായിരിക്കും. പക്ഷേ ഏതു വിധേനയും ഒരു മെച്ചപ്പെട്ട സേവനം കർഷകരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സൊസൈറ്റി ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ മറ്റു കാര്യങ്ങൾ വിശദമായി ശ്രീ സ്വരൂപ് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ അതിൻ്റെ ഫ്ലാഗ് ഓഫും ബഹുമാന്യായ രജനി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്യും. മറ്റൊന്ന് ഡിജിറ്റൽ ലിറ്ററസിയാണ്. കൃഷിക്കാർക്ക് എന്താണ് അതിൻ്റെ ഒരു ആവശ്യമെന്ന് സ്വാഭാവികമായും നമുക്ക് തോന്നാം. പക്ഷേ ഇന്ന് ഏതു മേഖലയിലായാലും ഈ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കുകളിലൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമേ ഇല്ല. ആ രൂപത്തിൽ കയ്യിലെ ഒരു ആൻഡ്രോയിഡ് ഫോണുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ബാങ്കിൽ പോവാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്താൻ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലുന്ന കൃഷിഭവനും വില്ലേജ് ഓഫീസ് മുതൽ ഇത്തരം ഒരു സാധ്യതയിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാടുകളും മറ്റു പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ് കർഷകർ.
അവർക്ക് ഈ ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാതിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഡിജിറ്റൽ ലിറ്ററസിയുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ പി സുമോദ് MLA ഒരു തരൂരിലൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് കഴിയുന്ന മുറയ്ക്ക് ഇവിടെ എത്തിച്ചേരും. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന ഫംഗ്ഷൻ നടത്താമെന്ന് ബഹുമാനപ്പെട്ട അരുൺ സർ അത് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നടത്താം. ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ കീടനാശിനിയുടെ വീടുകളിലെത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ബാബുവേട്ടൻ, സ്വാഗതം പറഞ്ഞ നമ്മുടെ FBOയുടെ സെക്രട്ടറി സുരേന്ദ്രേട്ടൻ, ഇവിടെ നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ എത്തുന്ന ബഹുമാനപ്പെട്ട MLA സുമോദേട്ടൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2 പ്രോഗ്രാമിനെ കുറിച്ച് സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഏതൊരു പദ്ധതിയും എന്തിലായാലും നമ്മളൊരു പദ്ധതി തുടങ്ങുമ്പോൾ ഒരു നൂതന ആശയത്തോടുകൂടി നൂതന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുക അത് ഒരു കാഴ്ചപ്പാടോടിയിട്ടാണ് ഇന്ന് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ FBOയുടെ നേതൃത്വത്തിൽ എടുത്ത 2 പ്രോഗ്രാം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വളരെയേറെ പ്രയോജനപ്പെട്ടതാണ്. കാരണം ഇന്ന് എല്ലാവരും ഓൺലൈൻ സംവിധാനം എല്ലാ മേഖലയിലും, ഇപ്പോൾ കീടനാശിനി ഒക്കെ വരുന്നുണ്ടാകും ആളുകൾ, എല്ലാം ഇന്നിപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മൾക്കതൊരു പുതിയതായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളുകൊണ്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ പോകാൻ നമ്മൾ എന്തായാലും ഒരു ആശയം എടുത്തുകൊണ്ട് കീടനാശിനി വെച്ച് ഒരു ഷോപ്പ് നമ്മളെന്തായാലും നമ്മുടെ നേതൃത്വത്തിൽ ആരംഭം കുറിക്കുകയും ആ ഷോപ്പിലെ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നൊരു സംവിധാനം കൂടി ഇന്നു മുതൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അത് ആവശ്യക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ട് പോകാനുള്ള ഒരു വിഷമത വേണ്ട, എന്തായാലും വീടുകളിലേക്ക് എത്തിക്കുക എന്നൊരു സംവിധാനം മുന്നോട്ട് വയ്ക്കുകയും അത് ഇന്ന് മുതൽ തുടക്കം കുറിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഈ FBO നമ്മൾ സംവിധാനം തുടങ്ങിയതിന് ശേഷം ഒത്തിരി പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നുണ്ട്. അതിലിപ്പോൾ കുറച്ച് നമ്മൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ കുറച്ച് വരുന്ന കാലതാമസമാണ് ഇപ്പോൾ നമ്മൾക്കൊരു പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു സമയം വൈകലും അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു നമ്മൾക്കൊരു ഇടക്കാല ഗ്യാപ്പ് വന്നതുപോലെ തോന്നുന്നത് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഓരോ പുതിയ ആശയങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 2 വീലർ ആയാലും വരുന്നതിൽ കുറച്ച് കാലതാമസം, അതുപോലെ നമ്മൾ മുട്ടക്കോഴിയുടെയും അതും തുടങ്ങുന്നതിൻ്റെ കുറച്ച് താമസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്ത് ഒരു ആളുകളുമായി കൂടി വന്ന് ഒരു പരിപാടി ആയി വന്നു. പക്ഷെ അത് തുടർന്ന് അത് സമയം വൈകൽ ഒരു നമ്മൾക്കൊരു പുതിയ ആശയങ്ങൾ എടുക്കുമ്പോൾ അത് മറികടന്ന് പോകാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ഇത് തുടങ്ങി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് തുടർന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇതിലുമായി അവൈലബിളായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ആശയം നമ്മൾക്കത് ഉൾക്കൊള്ളുകയും ഇനി കർഷകർക്ക് ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ MLA ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമായാലും ഇന്ന് അത്യാവശ്യം തന്നെ ഒരുപാട് കുറച്ച് നമ്മൾക്ക് കൃഷി ചെയ്യുകയാണെങ്കിലും അതിൽ ഏക്കർ കണക്കിന് ചെയ്യുന്ന അതേ സംവിധാനങ്ങൾ തന്നെയാണ് കുറച്ച് കൃഷിയിലായാലും. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. അതും ഒരു ഏകോപിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ FBOയുടെ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിന്നൊരു ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ വിശദീകരണം ക്ലാസ്സുകളൊക്കെ തരുമ്പോൾ നമുക്ക് അതിനേക്കാൾ അത് നല്ലൊരു രീതിയിൽ ഉപയോഗപ്രദമാകാൻ നമ്മൾക്ക് സാധിക്കും. ഇന്നിപ്പോൾ ഫോൺ യൂസ് ചെയ്യാതോ മൊബൈൽ യൂസ് ചെയ്യാതോ ഇന്നൊന്നും ഏതൊരു മേഖലയായാലും ഓൺലൈനിലൂടെ തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. എന്തായാലും FBO ഈ 2 സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റെടുത്ത ഈ 2 സംവിധാനവും നമ്മുടെ ഡയറക്ടർമാരുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മുടെ കീടനാശിനിക്ക് നമ്മുടെ വീടുകളിൽ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാലതാമസം വെച്ചിട്ടുള്ള പദ്ധതികളെല്ലാം അടിയന്തരമായി പെട്ടെന്ന് തന്നെ അത് പ്രവർത്തനം തുടങ്ങാനും, അത് നമുക്കൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ കൂടി ഇതെന്താണെന്ന് അറിയാതെ കുറച്ച് പേര് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തുടങ്ങിയതായാൽ നമുക്ക് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതും കൂടെ ഏറ്റെടുത്ത പദ്ധതികൾ കൂടെ നമ്മൾക്കത് പെട്ടെന്ന് നടപ്പാക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, മറ്റ്
വലിയ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് 2 ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ 3 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ FPO രൂപീകരിച്ചതിന് ശേഷം നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് വ്യാപകമായി ചർച്ച ചെയ്യുകയും അതിനകത്തുനിന്ന് ഒരു ആദ്യഘട്ടം നൽകി 5 പദ്ധതികൾ നമ്മൾ തയ്യാറെടുത്ത് അതിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിനകത്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുള്ള പദ്ധതികളുണ്ട്. അതല്ലാതെ മറ്റ് ഈ പറയുന്ന നേരത്തെ നാഷണൽ NGO കോൺഫെഡറേഷനെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ ഇസാഫിൽ നിന്ന് നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ വിവിധ പദ്ധതികളായി ബന്ധപ്പെട്ട് അടുത്ത ഒരു 5 വർഷത്തിനകത്ത് നമ്മൾ എത്തേണ്ട ഒരു ധാരണയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എവിടെ എത്തണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ച് ധാരണ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സാങ്കേതിക കാരണങ്ങളാൽ പല കാലതാമസങ്ങളും നമുക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇവിടെ ബാബുവേട്ടൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യകൾ അങ്ങ് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കർഷകർക്ക് അറിയാതെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഡിസ്കഷനിലാണ് നമുക്ക് അടുത്തൊരു ബൃഹത് പദ്ധതിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ കർഷകരുടെയും അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക സാങ്കേതിക ഇപ്പോൾ എന്താ പറയുക സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ട്രാക്ടർ ഓടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ തെങ്ങ് കയറ്റ തൊഴിലാളികൾ, അതല്ലെങ്കിൽ മറ്റ് തൊഴിൽ ചെയ്യുന്ന നടിയിൽ തൊഴിലാളികൾ, ഇവരുടെ എല്ലാം തന്നെ ഇവരുടെയും കർഷകരുടെയും ഒരു ഏകോപനം പലപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതിനുവേണ്ടി കൊണ്ടുവന്നാൽ ഒരു ആപ്പ് കൊണ്ടുവരികയാണ്. അതിനകത്ത് ഇത്തരം സർവീസ് പ്രൊവൈഡേഴ്സും ആവശ്യക്കാരായ കർഷകരും ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാതെ നമുക്ക് ഗുണം ചെയ്യും. കാരണം ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പാടത്ത് ഇന്ന ദിവസം ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ദിവസം തെങ്ങ് കയറാൻ തൊഴിലാളികളെ വേണമെന്ന് ഈ ആപ്പിലൂടെ ഒരു കർഷകൻ ആവശ്യപ്പെട്ടാൽ ആ ദിവസം കൃത്യമായിട്ട് അവിടെ തൊഴിലാളികളെ എത്തിക്കാൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടായാൽ, ഏറ്റവും ട്രാൻസ്പെറൻസിയോടുകൂടി നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ അത് കാർഷിക രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായി സിംപ്ലിഫൈ അഗ്രി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റാർട്ടപ്പും ഒരു കർഷകൻ കൂടിയായ എൻ്റെ സുഹൃത്താണ് റിജീഷ് ചേട്ടൻ. അദ്ദേഹം അതിനെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളുടെ കർഷകർ എത്രത്തോളം ഈ ഡിജിറ്റലി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഈ നമ്മൾ ആപ്പ് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴോ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ എത്രത്തോളം ഇത് താഴെത്തട്ടിൽ എത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈ പറയുന്ന വക്കം മൗലവി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു ഒന്ന് സംഘടിപ്പിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്കൽറ്റികളായ അരുൺ രവി സാറെ കുറിച്ചൊക്കെ നമുക്കറിയാം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റ് നിർവാഹക സമിതി അംഗമാണ്. അതുമാത്രമല്ല നിരവധി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ക്ലാസ് സംഘടിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെപ്പോലുള്ള ആളുകളുടെ ഫാക്കൽറ്റികളുടെ എന്താ പറയുക ക്ലാസ് നമുക്ക് കിട്ടുക, നമ്മുടെ കർഷകർക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊരു പ്രോഗ്രാം നമ്മളുടെ FPOയ്ക്ക് വേണ്ടി നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് റിജീഷ് ചേട്ടൻ വഴി നമ്മൾ ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ഈ ഡിജിറ്റൽ എങ്ങനെ കൃത്യമായി അല്ലെങ്കിൽ സാങ്കേതികവിദ്യ എങ്ങനെ കൃത്യമായി കർഷകർക്ക് ഉപയോഗപ്പെടുത്താമെന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ ആദ്യം പഠിച്ചിരുന്നാൽ മാത്രമാണ് നമ്മളുടെ ഈ തരത്തിലുള്ള ആപ്പോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ അത് പൂർണ്ണ തോതിൽ വിജയം കാണാൻ നമുക്ക് കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, നേരത്തെ ഇവിടെ നമ്മൾ തൊട്ട് മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ നമ്മളുടെ കീടനാശിനികളുടെ വീടുകൾ എത്തിക്കുന്ന പ്രോഗ്രാമാണ്. നമ്മൾ കീടനാശിനി കട തുടങ്ങി 3 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ 3 മാസത്തിന് ശേഷം അതിൻ്റെ ഒരു ബോർഡ് കൂടുകയും ബോർഡ് ചർച്ച ചെയ്യുകയും ചെയ്തു എന്താണ് നിലവിലെ സ്ഥിതി എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ആളുകളിലേക്ക് നമ്മൾ നൽകുന്ന സേവനം പൂർണ്ണതോതിൽ എത്തുന്നില്ല. ഓപ്പൺ മാർക്കറ്റിലുള്ള വിലയേക്കാൾ ഒരുപാട് വില കുറച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഒരു കർഷകനൊരു പ്രശ്നം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ കർഷകനൊരു പ്രയാസം ചൂണ്ടിക്കാണിച്ചാൽ കൃത്യമായ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റുന്നു. അല്ലാതെ മറ്റ് സാധാരണ കടക്കാരെ പോലെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ സാധനമാണ് നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നതിന് പകരം എന്താണോ കൃഷിയിടത്തിലെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കീടനാശിനികൾ നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ആൾ വളരെ കൃത്യമായി ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എന്നിട്ട് പോലും പലപ്പോഴും നമ്മളുടെ കർഷകർക്ക് അത് എത്തുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്ര രൂപ വിലയുള്ള സാധനം ഇത്ര രൂപയ്ക്കാണ് അല്ലെങ്കിൽ ഇത്രയും വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സാധനം. പക്ഷേ പലപ്പോഴും നമ്മളുടെ പ്രശ്നം നമ്മളുടെ FPOയ്ക്ക് ഒറ്റ കടയുള്ളൂ, അത് ആലത്തൂരാണ്. നമ്മളുടെ FPOൻ്റെ പരിധി എന്ന് പറയുന്നത് 8 പഞ്ചായത്താണ്. അപ്പോൾ കിഴക്കഞ്ചേരിയിൽ നിന്നോ കണ്ണമ്പ്രയിൽ നിന്നുള്ള ആളുകൾക്ക് ആലത്തൂർ വന്നത് വാങ്ങിയിട്ട് പോവുക എന്നുള്ളത് പലപ്പോഴും എളുപ്പമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ വീടുകൾ എത്തിച്ചേരാം, കൃഷിയിടത്തിൽ എത്തിച്ചേരും.
കീടനാശിനികളോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻപുട്സോ, നമ്മളിനിപ്പോൾ ഫ്യൂച്ചറിൽ വിത്ത് തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്, അത് മറ്റ് പല കാര്യങ്ങളും വരും, ഇതെല്ലാം നിങ്ങൾക്ക് വീടുകൾ എത്തിച്ചു തരും. ചെറിയൊരു പൈസ അപ്പം നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് വാങ്ങാൻ വരുമ്പോൾ നമുക്കൊരു ചിലവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൃത്യമായി സ്ലാബ് തീരുമാനിക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ എത്ര രൂപ, 10 കിലോമീറ്റർ വരെ എത്ര രൂപ എന്ന നിലയ്ക്ക് ഒരു സ്ലാബ് തീരുമാനിച്ചുകൊണ്ട് ഒരു നിശ്ചിത സംഖ്യയ്ക്ക് ഒരു ഡെലിവറി ചാർജ് ഉൾപ്പെടെ വാങ്ങി കൃത്യമായി വീടുകൾ എത്തിച്ചു കൊടുക്കും. ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഡെലിവറി ചാർജ് വാങ്ങിയാൽ പോലും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ചുരുങ്ങിയ വിലയ്ക്ക് നമുക്ക് കർഷകർക്ക് കീടനാശിനികളും മറ്റ് കാർഷിക ഇൻപുട്ടുകളും വീടുകളിൽ എത്തിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്ത ഒരു വർഷത്തിനകത്ത് ഒരു ഗ്രൂപ്പ് ഫാമിംഗ്, വെർച്വൽ ഗ്രൂപ്പ് ഫാമിംഗ് എന്നുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കൃഷിയിടങ്ങളെ കൊണ്ടുപോകാൻ കഴിയണമെന്നാണ് ഈ പ്രൊജക്റ്റുമായി നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെ അറിയാം, ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു സഹകരണ സംഘമാണ് അമൂൽ എന്ന് പറയുന്നത്. നമ്മുടെ വർഗീസ് കുര്യൻ സാറിൻ്റെ ഐ ടു ഹാഡ് എ ഡ്രീം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് സക്സസ് ആയതെങ്കിൽ. നമ്മളൊക്കെ എല്ലാ സഹകരണ സംഘങ്ങളും അല്ലെങ്കിൽ എല്ലാ കർഷക പ്രൊഡ്യൂസർ കമ്പനികളും സ്വപ്നം കാണുന്നത് നാളെ അമൂല് പോലെ അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സംഘമായിട്ട് മാറണമെന്നാണല്ലോ. അവർ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് അമൂലിൻ്റെ വളർച്ച എന്നതിനെക്കുറിച്ച്. അതിനകത്ത് കൃത്യമായി അതിൻ്റെ തുടക്കത്തിലെ സംഘാടകരായിട്ടുള്ള ഇപ്പോൾ ത്രിഭുവൻദാസ് പട്ടേൽ എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ ചെയർമാനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ധാരണയെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല സാങ്കേതിക ജ്ഞാനമുള്ള ആളുകൾ ഈ സംഘത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് സക്സസ് ആകുമെന്ന്. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മളോടൊപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞെങ്കിലേ നമ്മുടെ ഈ സംഘത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഈ പറയുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പൂർണ്ണമായി നമ്മളിലേക്ക് തരുന്ന ക്ലാസ്സുകൾ അവർ എടുക്കും. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയി ഒരു ആവർത്തന വിരസത ഉണ്ടാക്കണില്ല. ആമുഖമായി ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.